ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ പഞ്ചസാര ഇപ്പോൾ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതങ്ങനെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മൈദയൊക്കെ ഒന്ന് തരിച്ചിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തരിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ നന്നായിട്ടൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഒരു വട്ടേ ഞാൻ തരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് നിറയെ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതങ്ങനെ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ മുട്ടയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 2 എടുത്തത്. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 3 എടുക്കാം. ആ മുട്ടയിലേക്ക് ഞാനൊരു സ്പൂണ് വാനില എസൻസും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ. ഞാനിത് അവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ചെറിയ 3 പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വലിയ പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ചെറിയ മൈസൂർ പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. 3 കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴമൊക്കെ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ അതും കൂടെ ഞാൻ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തരിച്ച് വെച്ച മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമലും കൂടെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. മൈദ ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട, ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഞാനിതിലേക്കൊരു 1/4 സ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് അവിടെ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് മൈദയും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മൈദ ആക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മൈദ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇനി നന്നായിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഞാനിത് അവിടെ ഒരു കടായി ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 50 മിനിറ്റോളം നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അടച്ച് വെച്ച അടപ്പിലൊന്ന് ഒട്ടിപ്പിടിച്ചതാണ് കേട്ടോ ഈ കേക്ക് പൊന്തി വന്ന സമയത്ത്. പിന്നെ ആ അടപ്പ് മാറ്റി വേറൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അത്യാവശ്യം ഹൈറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന കേക്ക് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി കേക്കാണ് ഇട്ടത്. അപ്പോൾ അതങ്ങനെ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബനാന കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.